ദൈവത്തെ സേവിക്കുന്നവർക്ക് നന്മ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്നൊരു മറുകൃതി പറയാം. കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല, കാർ ഓടിയാൽ കരിയില പറക്കും. യേശുവിനെ സേവിക്കുന്ന വീട് വെക്കാനല്ല, പക്ഷെ മര്യാദയ്ക്ക് സേവിച്ചാൽ ഒരു വീട് തമ്പുരാൻ തരും. കൊണ്ടോ എന്നെ ഉണങ്ങി ആമേനാ നോക്കി തമ്പുരാൻ തരുമെന്ന്. തമ്പുരാൻ തരും. പിന്നെ എൻ്റെ പൊന്നു പാസ്റ്റർ, ഞാൻ പറഞ്ഞ തെറ്റാണ്, ഇന്നൊന്ന് തിരുത്തിയേക്കണം. 3 ദിവസം യേശുവിൻ്റെ കൂടെ ഇരുന്നവരുടെ വയറിൻ്റെ വിശപ്പ് കർത്താവ് അറിഞ്ഞെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ആ പുറകെ വട്ടം കൂടി നടക്കുന്ന നമ്മളെ കർത്താവ് മറക്കുമെന്നാണ് എൻ്റെ അർത്ഥം. നോ. അതിനി പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ പ്രോസ്പെറിറ്റി, അതിനി അങ്ങനെയാന്ന് പറഞ്ഞാൽ അങ്ങനെ. പുസ്തകമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നല്ലാതെ കർത്താവിൻ്റെ പുറകെ അങ്ങ് അലഞ്ഞ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും കൂടെ ഞങ്ങളുടെ നാട്ടിലെ സഭയിൽ നിന്ന് 40 വർഷത്തിന് മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു. ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാ. റോഡിൻ്റെ വക്കിൽ പോയി ഇന്ന് പരസ്യവും നടത്തും. ഞങ്ങളുടെ അമ്മ ഒറ്റയ്ക്ക് പാടിയാൽ വഴിവിട്ട് പോകും, കൂടെ പാടിയാൽ ഞങ്ങളുടെ അമ്മ കേസ് ചിത്രയാണ്. ഞങ്ങളുടെ അപ്പൻ്റെ കൂടെ പാടും. റോട്ടിൽ നിന്ന് 2 പേരുടെ പാട്ട് പാടും. മൈക്കില്ല, ഒന്നുമില്ല. അമ്മ സാക്ഷ്യം പറയും, അപ്പൻ പ്രസംഗിക്കും. അമ്മ സാക്ഷ്യം പറയും, അപ്പൻ. അങ്ങനെ എൻ്റെ അപ്പനും അമ്മയും പോയി നിൽക്കാത്ത തെരുവുകളില്ല. എൻ്റെ പാസ്റ്റർ, ദൈവം ചെയ്തൊരു നീതി കേൾക്കണോ? ഞാൻ 100% തുറന്നു പറയാം. ഞാൻ ഒരു യോഗ്യനുമായതുകൊണ്ടല്ല ഞാൻ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കുന്നത്. സത്യം തുറന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് ഒരു കഴിവുള്ളത് കൊണ്ടല്ല, വിദ്യാഭ്യാസ യോഗ്യത ഉള്ളതുകൊണ്ടല്ല, എൻ്റെ അപ്പൻ വിശ്വസ്തനായ ദൈവത്തെ സേവിച്ചതുകൊണ്ടാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ അപ്പൻ ഇപ്പോഴും IPCയിലെ പാസ്റ്ററാ. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാർ 5 എണ്ണം ഉണ്ട്. 2 IPC, ഒരു AG, ഒരു ന്യൂ ഇന്ത്യ, ഒരു സ്വതന്ത്ര സഭ. നിങ്ങൾക്ക് അറിയേണ്ടത് സ്വതന്ത്ര സഭ ആരാന്നല്ലേ? ഞാൻ. ഹല്ലേലൂയ. ആമേൻ. കോട്ടയത്ത് IPC നോർത്ത് ആൻഡ് സൗത്ത് ഡിസ്ട്രിക്റ്റിന് പാസ്റ്റർ അറിയായിരിക്കും. 38 സഭകൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം 2ആയിട്ട് തിരിഞ്ഞത്. ആമേൻ. അന്ന് തിരുനക്കര മൈതാനത്ത് IPCയുടെ കൺവെൻഷൻ നടക്കുമ്പോൾ കൺവെൻഷൻ പന്തലിന്റെ കാവൽക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. നാട്ടുകാര് വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നവനെയാ കാണുന്നത്. പിന്നാമ്പുറങ്ങളിൽ അവൻ അനുഭവിച്ച വേദനകളുടെ അടിയാഴങ്ങൾ ആർക്കും അറിയില്ല. ആ ഗ്രൗണ്ടിന്റെ പന്തൽ കാവൽക്കാരനായിരുന്നു എൻ്റെ അപ്പൻ. ആമേൻ. അന്ന് 7 ദിവസമാണ് കൺവെൻഷൻ നടക്കുന്നത്. 1-ാം ദിവസം മാനസാന്തരം, 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം ആത്മനിർവ്വ, 4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം അപ്പന്നുറുക്ക്, 6-ാം ദിവസം കൂട്ടായ്മ പ്രാർത്ഥന, 7-ാം ദിവസം യേശുവിന്റെ മടങ്ങി വരവ്. അങ്ങനെ ഉപദേശങ്ങൾ സ്ഥാപിച്ചാണ് കൺവെൻഷൻ അവസാനിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ കൺവെൻഷനൊക്കെ ദാവീദിന്റെ കവണം കൊണ്ട് തീരാൻ വേണേ. പക്ഷെ അന്നത്തെ അപ്പച്ചന്മാർ കാലവാരി അവർ തലക്കിട്ടലക്കി കളയും. അന്ന് സ്റ്റേജ് അടിക്കുന്ന പാസ്റ്റർമാര് 3-4 പേരുടെ പേര് ഞാൻ പറയാം. 1 പാസ്റ്റർ PM ഫിലിപ്പ്, 2 TP വർഗീസ് അപ്പച്ചൻ, 3 MD ജോസഫ് അപ്പച്ചൻ, 4 KC ചെറിയാൻ സാർ. അങ്ങനെ അധികായന്മാർ. അന്ന് 7 ദിവസത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു രാത്രി പന്തൽ കാത്താൽ എൻ്റെ അപ്പന്റെ ശമ്പളം 20 രൂപ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ 7 × 14 140 രൂപ. കൺവെൻഷൻ കഴിയുമ്പോൾ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന KC ചെറിയാച്ചൻ സാറ് എൻ്റെ അപ്പായിക്ക് ഒരു 50 രൂപ കൊടുക്കും. അങ്ങനെ 140ഉം 50ഉം നിങ്ങൾ കണക്കിന് വളരെ പുറകോട്ടാ കേട്ടോ. നിങ്ങൾ സ്തോത്രം. 190 രൂപ, 10 രൂപ പന്തലിൽ കടന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കുക 200 അപ്പൊ എങ്ങനെ പന്തലിൽ കിടന്ന് 10 രൂപ ഇടുന്നറിയോ? അന്നത്തെ പെന്തിക്കോസുകാർ ചാടി ആരാധിക്കുമായിരുന്നു. ഇന്നൊരൊറ്റ കൺവെൻഷൻ പന്തലിൽ നിന്ന് 1 രൂപ കിട്ടുകയില്ല, തപ്പരുതേ കിട്ടുകയില്ല. കാര്യം എത്ര ആത്മാവ് വന്നാലേ ലവന്മാർ പോക്കറ്റ് ഞെക്കിക്കൊണ്ട് ചാടുകയുള്ളൂ പോകാതിരിക്കാൻ വേണ്ടി. എന്നാ ആത്മാവാണേലും അത് നിങ്ങൾക്ക് കേൾക്കണോ? നാട്ടുകാർ ലൈവ് മൊത്തം കേൾക്കണേ. 200 രൂപയ്ക്ക് വേണ്ടി കോട്ടയം തിരുനക്കര മൈതാനത്ത് പന്തല് കാത്തൊരപ്പന്റെ മോനാ ഞാൻ. പക്ഷേ ദൈവത്തിന്റെ വിശ്വസ്തത കേൾക്കണോ? അതേ തിരുനക്കര മൈതാനത്ത് എത്രയോ തവണ യേശുവിനെ പ്രസംഗിച്ച് കഴിഞ്ഞു. ഞാൻ ദൈവമക്കളോട് ദൂത് പറയാ, പിതാക്കന്മാർ വിശ്വസ്തമായി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിന്നാൽ അപമാനിക്കപ്പെട്ട മണ്ണുകളിൽ തലമുറകളെ മാനിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആമേ. കരമൊന്ന് അടിച്ച് കർത്താവ് ഞാൻ പഴയ നിയമത്തിൽ ഒരു ഭാഗം പറയാ. അബ്രഹാം ദൈവത്തെ സേവിക്കാൻ വേണ്ടി യൂഫ്രട്ടീസ് നദി കടന്നാ വന്നത്. അപ്പൻ ദൈവത്തിന് വേണ്ടി നദി കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി കടലിനെ വറ്റിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ ഉയർത്തുന്ന ചില പിതാക്കന്മാരുടെ തലമുറകളെ ദൈവം മാനിക്കാൻ പോകുന്നു.
പോട്ടെ, എനിക്ക് ദൂതുമായിട്ട് മുൻപോട്ട് പോകണം. സാത്താൻ യേശുവിനെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കെട്ടിച്ചു പറഞ്ഞ് താഴോട്ട് ചാട്, നിന്നെ ഇപ്പൊ ദൂതന്മാരും പിടിക്കും. യേശു പറഞ്ഞു നോ, ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം എന്നറിയോ? ഞങ്ങൾ അപ്പനും മോനും ആടാ പോട്ട. ആ വാക്കിനോട് പുറത്തേക്കണേ, കാര്യം വേറെ ഒരു വാക്കും കൂട്ടി പറഞ്ഞാൽ ശരിയായി കയറാത്തതുകൊണ്ടാ. ഞങ്ങൾ അപ്പനും മോനുമാ. ബന്ധം സ്ട്രോങ് ആണെങ്കിൽ നടുക്ക് പരീക്ഷണമില്ല. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാര് ചുരത്തിയ പാലിന്റെ കണക്കെന്താ എഴുതാഞ്ഞത്? അവർക്ക് വാരിക്കൊടുത്ത ഇഡലിയുടെ കണക്കെന്താ എഴുതാഞ്ഞത്? അവർക്ക് ഫീസ് അടച്ച പൈസ എന്താ ഡയറിയിൽ എഴുതാഞ്ഞത്? ബന്ധം ശക്തമാണെങ്കിൽ നടുക്ക് പരീക്ഷണങ്ങളില്ല. വീട് വെച്ച് കിട്ടുമെന്നും മക്കളെ കെട്ടിക്കൊന്നും ഉറപ്പ് കിട്ടി സ്നാനപ്പെട്ടവരല്ല നമ്മൾ. യേശു ദൈവമാണെന്ന് അറിഞ്ഞു ചാടിയതാ. ഹല്ലേലൂയ! ഒന്ന് നല്ലപോലെ കൈയടിച്ച് ആരാധിക്കാമോ? നമ്മൾ അറിഞ്ഞിറങ്ങിയതാണ്. നമ്മെ മാനിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! ചാട്, പിടിച്ചോളുവത്, ചാട്, പിടിച്ചോളുവത്. ഈ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചാടുമ്പോഴാണ് ഈ ഒടിഞ്ഞു കിടക്കുന്നത്. ഞാൻ ചോദിക്കേണ്ടത്, യേശു ഇവിടെ അത്ഭുതം ചെയ്യുമെന്ന് തെളിയിക്കേണ്ട ഗതികേട് എനിക്കുണ്ടോ? നിങ്ങൾ കേട്ടില്ല. ഞാനും മാവേലിക്കര, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇപ്പം സഭാചാരത്തിലായിട്ട് 28 വർഷം കഴിഞ്ഞ് 29ാമത്തെ വർഷത്തിലാണ്, 7ാമത്തെ സഭയാണ്. ഞാൻ ഈ മാവേലിക്കര ഇരുന്നപ്പോഴേ ഒരു മനുഷ്യൻ വന്നിച്ച് എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ രോഗിയാണ്, എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ നിങ്ങളുടെ യേശു ദൈവമാണ്, ഞാൻ സമ്മതിക്കാമെന്ന്. ഞാൻ ചിരിച്ചോണ്ട് മുന്നോട്ട് പറഞ്ഞു, ഇയാൾ ചത്തുപോയാലും യേശു ദൈവമോ? അതെന്നാ, ഇയാളെ സൗഖ്യമാക്കിയിട്ട് ദൈവമാകേണ്ട ഗതികേട് യേശുവിനുണ്ടോ? ഇല്ലെന്നേ. ആരാധനക്കാരുടെ ആരവം കൂടിയപ്പം ദൈവമായതല്ല യേശു. അവൻ ദൈവമായതുകൊണ്ട് നമ്മൾ ആരവം വെച്ചതാ. ഇന്ന് നാം കാണുന്ന പല ദൈവസങ്കല്പങ്ങളും ആരാധനക്കാരുടെ എണ്ണം കൂടിയപ്പോൾ അവർ തന്നെ ട്രാൻസ്ഫോം ചെയ്തതാണ്. എന്നാൽ യേശു അങ്ങനെയല്ല. നീ മിണ്ടിയിലെ കല്ല് തുള്ളുപടാന്ന് പറഞ്ഞ ആളാ നമ്മുടെ യേശു. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് ഉറങ്ങി കസോരയോടെ ഒടിഞ്ഞ് തറയെ പോയാലും യേശു ദൈവമാ. നിങ്ങൾ ആരാധിച്ചില്ല, സൗരയൂഥം ആരാധിക്കുമെന്ന്. ഇത്ര നല്ല ദൈവത്തെ സേവിക്കാൻ അവസരം കിട്ടിയില്ലേ? അത് തന്നെ എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ആരെയും കാണിക്കാൻ വേണ്ടി എടുത്ത് ചാടരുത്. ഉറപ്പായിട്ട് ഓടിയും, ഉറപ്പായിട്ട് ഓടിഞ്ഞു. ഹല്ലേലൂയ! യേശു ചാടിയില്ല. നമ്മളെങ്ങനെയാണ്? അപ്പാ, ഇവന്റെ മുമ്പിൽ എന്നെ നീ തെളിയിക്കണേ, ദാ വരുന്നു, താണ്ട കിടക്കുന്നു, കൂടച്ചക്ക താഴെ വീണ പോലെ. ചാടരുത്, ചാടരുത്. അത്ഭുതങ്ങൾ ആരെയും കാണിക്കാനുള്ളതല്ല, അത് ഓരോരുത്തർക്ക് അനുഭവിക്കാനുള്ളതാണ്. പിന്നെ നിങ്ങളൊന്ന് നോർമലി ചിന്തിച്ചു നോക്കി. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ഒരുത്തന്റെ കണ്ണി പുരട്ടേച്ച് പറഞ്ഞു, ശീലോഹാങ്കുളത്തിൽ കൊണ്ട് കഴുകാന്ന് പറഞ്ഞു. അവൻ കൊണ്ട് കഴുകിയപ്പോൾ മണ്ണ് കണ്ണായി. പിറ്റേ ദിവസം തൊട്ട് ആ റോട്ടിലെല്ലാം ക്ലേയുടെ ബിസിനസ് തുടങ്ങി. പിന്നെ 5 ലോറി മണ്ണുമായിട്ട് ഒരുത്തം വഴി വന്ന് ബോർഡ് കുത്തി വെച്ചിരിക്കുക, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച മണ്ണ ഉരുട്ടി വെച്ചോളാൻ. അവന്റെ ബിസിനസ് എല്ലാം മുടിഞ്ഞു. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുകയും ചെയ്യും. ഓരൊറ്റ മണ്ണ് പിന്നെ കണ്ണായില്ല, ബിസിനസ് മുഴുവൻ പൊട്ടി നശിച്ച്. ആരാണ്? അയ്യോ എന്റെ പൊന്നു പ്രിയപ്പെട്ട, അതിന്റെ അർത്ഥം എന്നാന്നറിയോ? നീ ഇനിയും ക്ലേ ഉണ്ടാക്കണ്ട. ആ അത്ഭുതം അവന് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെയാണ് പാസ്റ്റർ, ഞാൻ ഒരു ദൂത് പറയട്ടെ. ഇവിടെ ആരും അറിയാതെ സങ്കടത്തോടെ വന്നിരിക്കുന്ന നിനക്ക് വേണ്ടി ലോകത്തിൽ ഒരാൾക്ക് വേണ്ടി പോലും ചെയ്യാത്ത ഒരു മിറക്കിള് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് എൻ്റെ അപ്പ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ കരുത്തുള്ളവരൊന്ന് യേശുവേ എന്ന് വിളിച്ചൊന്ന് ആരാധിച്ചേ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ വീടിന് വേണ്ടി, നിന്റെ ഭവനത്തിന് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ ഹെൽത്തിന് വേണ്ടി. പോട്ടെ, മൂന്നാമത്തെ കാര്യം ഞാനിത് പറഞ്ഞു പെട്ടെന്ന് വാക്യത്തിൽ സമയം എന്നെ വരട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, സാത്താൻ യേശുവിനോട് പറയാ, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്ക് ഒരു ആരാധന തരാവോ എന്ന്. നിങ്ങൾ കേട്ടായിരുന്നോ? കാട്ടാക്കട 3 ഷട്ടറിന്റെ കട തരാന്ന് പറഞ്ഞാൽ നമ്മൾ തലയും കുത്തി നിൽക്കും.
5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 2.5 ഏക്കർ റബ്ബർ തോട്ടം എന്ന് കേട്ടാൽ മതി, കച്ചവടം കഴിഞ്ഞു. ഇവിടെ 5 ഭൂഖണ്ഡത്തിന്, നിങ്ങൾ ഒന്ന് കേട്ടിരിക്കാവോ, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം എനിക്ക്. അപ്പോൾ ഒരാരാധനയ്ക്ക് 5 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ വിലയുണ്ടെന്നല്ലേ അച്ഛാ അതിന്റെ അർത്ഥം? ഈ ആരാധന മുടക്കിയ വകയിലുള്ള അമ്മാച്ചന്റെ മകന്റെ അളിയന്റെ ചേട്ടന്റെ ഉപ്പാപ്പന്റെ അനന്തരവന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് പോയത്. അത് ഒരു വർഷം 200 സഭായോഗം ഉണ്ടെങ്കിൽ 180 സഭായോഗം കല്യാണത്തിന് പോകുന്ന പച്ചജടീകന്മാരുണ്ട് നമ്മുടെ നടുക്ക്. ഹല്ലേലൂയ. പോകരുത്, കഴിയുന്നിടത്തോളം പോകരുത്. കാരണം എന്നാന്നറിയാമോ? ഒരു ദൈവവൈതലിന്റെ പ്രാണവായു ആരാധനയാണ്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളോട് പറയാൻ എനിക്ക് കരുത്തുണ്ടെന്നേ. എൻ്റെ അപ്പനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള 8 പേരുടെ കല്യാണം ഞങ്ങൾ കൂടിയിട്ടില്ല. അങ്ങേയറ്റം പറയാം, അപ്പായുടെ ചേട്ടൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾ കൂടിയിട്ടില്ല. അവക്കൊരു കൊച്ചുണ്ടായി. കൊച്ചിന് 1 വയസ്സായപ്പോഴാ അളിയൻ എന്ന് പറഞ്ഞ സാധനത്തെ ഞാൻ കാണുന്നത്. എന്നെ മാനിക്കുന്നവരെ, നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്ക് യേശുവാണ് വലുതെന്ന കൈ ഉയർത്തി എന്ന് പറയാവാ. ഓ അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ, അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല പഠിക്കേ ആർക്കുമേ. ജീവനെ എൻ്റെ പ്രാണനെ നിന്നിൽ ഞാൻ ചേർന്നിടട്ടെ. യേശുവിനാരാധന ആരാധന ആരാധന. പഠിക്കേ യേശുവിനാരാധന ആരാധന ആരാധന ആരാധന. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. കൈ ഉയർത്തി പാടിക്കേ. ആരാധന ആരാധന ശബ്ദമയത്തി പാട്. ആരാധന യേശുവിനാരാധന ആരാധന. ഓ ഹോ ഹോ ആരാധന. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനെ പ്രാണനെ നിന്നിൽ ഞാൻ ചേർന്നിടട്ടെ. യേശുവിനാരാധന ആരാധന 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 ആരാധന. ഈ കഴിഞ്ഞ ദിവസം എഴുതിയൊരു പാട്ട് ഞാനൊരു 10,000 പ്രാവശ്യം ഓ നിന്മാർവോടു ചേരട്ടെ ഞാൻ. എന്ത് രസമാ പാട്ട്. യേശുനാഥ ഇന്നേരം നീയാ
നീയാണെല്ലാം യേശുനാഥ. ഇന്നേരം ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. ഞാൻ ഈ ദൂതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാന് അടുത്ത വരി പാടിയിട്ട് എന്റെ വെള്ളി അടിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന വെള്ളിയില്ല, സ്വർണവും ഇല്ല. ഞാൻ ഭയങ്കര മിടുക്കനല്ലേ, അതിനു മുമ്പ് ഞാൻ നിർത്തി. ഞാൻ ആ ദൂതൊന്ന് പെട്ടെന്ന് പറയാം. എന്നിലെ ആ സുവിശേഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുണ്ട്. സാത്താന്റെ പരീക്ഷകളെ യേശു ജയിച്ച് യേശു പറഞ്ഞു, എൻ്റെ റോട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. അടുത്ത 42 മാസങ്ങൾ മലവെള്ളപ്പാച്ചില് പോലെയല്ലേ യേശുവിന്റെ മിനിസ്ട്രി. യേശു ചെയ്ത അത്ഭുതങ്ങൾ 300 കോടി ഉണ്ടാകാം, പക്ഷെ ലിഖിതമായത് 37 എണ്ണം, അളന്ന് തൂക്കിയ 37 എണ്ണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. യായിറോസിന്റെ മകളെ വീട്ടിൽ ചെന്ന് ഉയർപ്പിച്ചു, വിധവയുടെ മോനെ റോട്ടിൽ ചെന്ന് ഉയർപ്പിച്ചു, ലാസറിനെ വീട്ടിൽ വല്ല റോട്ടിൽ വല്ല കല്ലറയ്ക്കകത്തുനിന്ന് ഉയർപ്പിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും കേട്ടോണം. മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു തട്ടും നിങ്ങൾ വിശ്വസിക്കരുത്. നിന്റെ വീട്ടിൽ സംഭവിച്ചാൽ വീട്ടിൽ വന്ന് പരിഹാരം തരാൻ. ഹല്ലേലൂയ. ഈ ഞാൻ എൻ്റെ സാക്ഷി എനിക്ക് അത് 1 കോടി പ്രാവശ്യം യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. എങ്കിലും ഞാൻ ഒറ്റ വാക്യം, എൻ്റെ കുടുംബം പോലൊരു മുടിഞ്ഞ കുടുംബം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 40 വർഷത്തിന് മുമ്പ് വീടിൻ്റെ തിണ്ണയിൽ മുച്ചോട് കത്തിയ നിലവിളക്കിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ വല്യപ്പനും കൂടെ സന്ധ്യാനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി 7:30 മുറ്റത്ത് വെച്ച് എൻ്റെ അപ്പനെ അണലിപ്പാമ്പ് കൊത്തുകയാണ്. പാമ്പിൻ്റെ കടിയേറ്റ് എൻ്റെ അപ്പൻ നിലം പൊത്തി. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് കത്തി നിന്ന് നിലവിളക്കെടുത്ത് എൻ്റെ വല്യപ്പൻ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ച് കൺമണി പുറകോട്ട് മലർന്ന് ബോധം കെട്ട് വീടിൻ്റെ മുറ്റത്ത് വീഴുമ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ്. ഇതാരും പറഞ്ഞു തന്നതല്ല, എൻ്റെ കണ്ണിൻ്റെ റെറ്റിനയിലെ ഓർമ്മകളാണ് ഞാൻ ഈ പറയുന്നത്. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. വീടിൻ്റെ തിണ്ണയിൽ വല്യപ്പൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രിയരെ? നല്ല രസമുണ്ട് കേൾക്കാനല്ലേ. ഇത് ഷാജി കൈലാസ് എഴുതിയ കഥയല്ല, എൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. വീടിൻ്റെ മുറ്റത്തിൻ്റെ അപ്പം കിടക്കുന്നു, വല്യപ്പം കിടക്കുന്നു, മുറ്റത്തിൻ്റെ അപ്പം കിടക്കുന്നു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ ദുരന്തം രംഗബോധമില്ലാത്ത കോമാളിയല്ലേ. ഞാൻ ഒരു വാക്ക് എല്ലായിടത്തും പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം. അടുപ്പത്ത് വെട്ടിത്തിളച്ച കഞ്ഞി അന്ന് രാത്രി ആരും കുടിച്ചില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചില വീട്ടുകാരുണ്ട്, ടെറസിൻ്റെ മേളിലോ സിറ്റ് ഔട്ടിലോ റോട്ടിലെ ഇലക്ട്രിക് പോസ്റ്റ് ചാരി നിന്നോ ഏതോ വണ്ടിയെ ചാരി നിന്നോ ഇവനൊന്നും വേറെ പണിയില്ലെന്ന് പറഞ്ഞൊക്കെ നിന്ന് കേൾക്കുന്ന ആരോ ഉണ്ട്. അവരോട് കർത്താവ് ഒരു ദൂത് പറയുക, എടോ വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപം ചില വീടിന്റെ അകത്തുണ്ടെന്ന്. വെച്ച കഞ്ഞി ആ വാക്ക് അങ്ങനെ തന്നെയാ. വെച്ച ആഹാരം കഴിപ്പിക്കാത്ത ശാപം, തലമുറകളുടെ അബദ്ധസഞ്ചാരം, കുടുംബങ്ങളുടെ തകർച്ച, മാറാത്ത രോഗം. പക്ഷേ ഇന്ന് രാത്രി ഇത് മതപ്രഭാഷണമല്ല, ഇത് രക്ഷയുടെ യോഗമാണ്. ആ ശാപത്തെ അഴിക്കാൻ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ആളിന്റെ പേര് യേശുവെന്നാണ്. ഒന്ന് കൈയടിച്ച്. കോട്ടയം കാരിത്താസിൽ എൻ്റെ അപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ വല്യപ്പനെ അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ICU യൂണിറ്റിലെ അരണ്ട തണുപ്പത്ത് 5ാമത്തെ ദിവസം ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള സമരം എൻ്റെ വല്യപ്പൻ അവസാനിപ്പിച്ചു. പാമ്പ് കടിച്ചത് എൻ്റെ അപ്പനെയാ. ആദ്യം മരിച്ചത് വല്യപ്പന. താടിവട്ടം കെട്ടി മൂക്കിനകത്ത് പഞ്ഞു തിരികി ശരീരം പട്ടുകൊണ്ട് പൊതിഞ്ഞ് കെട്ടിപ്പൂക്കിയ പന്തലിൽ ശരീരം വെച്ചു. നാട് മുഴുവൻ ഇളകി. വീട്ടിൽ വന്ന അനുശോചനത്തിന്റെ പ്രവാഹം. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടിക്കുക, ശരീരം ചുതക്കി കൊടുത്തു. ആളിക്കത്തുന്ന വിറകിന്റെ അഗ്നി ശരീരത്തെ മുഴുവൻ കത്തിച്ച് കരിച്ച് ചാമ്പലാക്കി ചാരമാക്കി നെയ്തെടുത്ത 6 പച്ചവട്ടിക്കകത്ത് ചാരം കോരി വെള്ളം
വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് ബലിപ്പുര കെട്ടിയ ദിവസം എൻ്റെ ഓർമ്മയിലുണ്ട്. ആമേ, നിങ്ങൾ കേൾക്കണോ? ആമേ, 18ാമത്തെ ദിവസം 5 തവണ രക്തം മാറിയിട്ടും ശരീരത്തിലെ വിഷം മാറാത്തവനായി ഉച്ചം നിറകയിലെ മുടി മുതൽ ഉള്ളങ്കാലിന്റെ അടിയിലെ തൊക്ക് വരെ പഴുത്ത് പുഴുത്ത് വീങ്ങി വീർത്ത് നാസാരന്ധ്രം തുളച്ചു കയറുന്ന കഠോരമായ ദുർഗന്ധത്തിനടിമയായി ആശുപത്രി എൻ്റെ അപ്പനെ കൈ ഒഴിയുമ്പോൾ എൻ്റെ വല്യപ്പൻ്റെ ചിതയിലെ മണ്ണ് പോലും ഉണങ്ങിയിട്ടില്ല. ആമേ, അങ്ങനെ ശാപം പിടിച്ച് എൻ്റെ വീട്ടിൽ ആമേ ബന്ധങ്ങളെല്ലാം കൈയൊഴിഞ്ഞു. ആർക്കാ ഇവിടെ ബന്ധമുള്ളത്? ബന്ധമെല്ലാം ആമേ പണം നടത്തുന്ന ഇന്ദ്രജാല പ്രകടനമല്ലേ? അറിയരുതോ? കാശില്ലാത്തവന് ചേട്ടനില്ല, അനിയനില്ല, അളിയനില്ല, അമ്മാച്ചനില്ല, ഉപ്പാപ്പനില്ല. വീടില്ലാത്തവൻ അളിയനില്ല, അനിയനില്ല. സൗന്ദര്യം ഇല്ലാത്തവന് ചേട്ടനില്ല, അനിയനില്ല. ഇതെല്ലാം കാശ് നടത്തുന്ന കളികളാണ്. ആമേ, എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, സ്നേഹം എന്ന വാക്കിനകത്ത് കറയില്ലാത്തൊരു സ്ഥലം ഉണ്ടോ? അത് കാൽവറിയാണ്. സ്നേഹമെന്ന വാക്കിനകത്ത് കറയില്ല. ആമേ, ഏത് തകർന്നവനെയും വാരിപ്പിടിക്കാൻ ഒന്ന് യേശുവെ എന്ന് വിളിച്ചൊന്ന. ആമേ, കേരളത്തിൽ കുടുംബ കോടതി 28 പാസ്റ്റർ. ഒരു വർഷം നടക്കുന്ന ഡിവോഴ്സ് 50,000. നമ്മുടെ കല്യാണത്തിന് ആർഭാടമില്ലേ? കല്ല് വെച്ച സാരി, മുത്തുവെച്ച ചുടിദാർ, ആടിന്റെ കാല്, കോഴിയുടെ കോല്. ആമേ, ഒരു സാരി കൊടുത്തിട്ട് കല്യാണം ഉറക്കാഞ്ഞിട്ട് 2ാം സാരി ഉടുപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെറുക്കനും പെണ്ണും കൂടെ പുറത്തോട്ട് വരുമ്പോൾ ഹെലികോപ്റ്റർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നു, വെള്ളക്കുതിര രഥത്തെ കെട്ടിവലിക്കുന്നു എന്ന് വേണ്ട എന്തെല്ലാം പ്രകടനങ്ങളാണ്. ആമേ, ഇസ്രായേൽ കരയുദ്ധത്തിന് ഉപയോഗിക്കുന്ന പീരങ്കി പോലെ 1000 ക്യാമറയല്ല ചുറ്റും നിൽക്കുന്നത്. എന്തെല്ലാം ഇടപെടലുകളാണ് നടക്കുന്നത്. എന്നിട്ട് കല്യാണം ബലപ്പെടുന്നില്ലല്ലേ? ഞാനും നിങ്ങൾ കല്യാണത്തിന് കഴിച്ച കോഴിയുടെ കാല് വയറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ കോടതിയുടെ വരാന്ത ചെന്നെന്ന്. അതിന്റെ അർത്ഥം എന്താ? പിശാച് കുടുംബങ്ങളെ വാരി തറയിലടിക്കുകയാ. ആണ്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇല്ലേ നമ്മുടെ പിണറായി സാറിന് പാലം പണിയാം, സാറിന് മെഡിക്കൽ കോളേജ് പണിയാം. മോദി സാറില്ലേ ഇന്ത്യ ഭരിക്കുന്ന സാമേ, നമ്മുടെ പ്രധാനമന്ത്രിക്ക് എയർപോർട്ട് പണിയാ. എന്നാൽ ഇതെന്റെ അവകാശമാ. കുടുംബം പണിയാൻ എന്റെ യേശുവിനല്ലാതെ. ആമേ, ആരാ പറഞ്ഞത്? That's my experience. പണിയും ഇന്ന് രാത്രിയിലും പണിയും കർത്താവ് കുടുംബത്തെ. ഒന്നോർത്ത് നോക്കിക്കേ, സയനൈഡ് ചായ കൊടുക്കുന്ന ജോളിമാര്, പൈപ്പിനകത്ത് പാമ്പിനെ കുത്തിക്കയറ്റി ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി ഇൻഷുറൻസിന്റെ പൈസ വസൂലാക്കുന്ന ഭർത്താക്കന്മാര്, വെറ്റിക്കോട്ടിടുന്ന കൊച്ചിനും ചട്ട കൊടുക്കുന്ന അമ്മയ്ക്കും റോട്ടിലിറങ്ങാൻ മേല, മന്ത്രവാദിയാന്ന് പറഞ്ഞിരുന്ന മനുഷ്യന്റെ മാംസം നുറുക്കി ക്ലോസറ്റിനകത്തിട്ട് വെള്ളമടിക്കുന്ന നരാധമന്മാര്. ഇവിടെ ആരെ വിശ്വസിക്കാം? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അമ്മ, എന്റെയൊക്കെ ചെറുപ്പത്തില് വലിയ അവധി കിട്ടുമ്പോഴുള്ള ഏറ്റവും വലിയ സന്തോഷം, അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിൽക്കാൻ പോകും 10 ദിവസം, അപ്പന്റെ ചേട്ടന്റെ വീട്ടിൽ നിൽക്കാൻ പോകും. ഇപ്പൊ ഏതെങ്കിലും പിള്ളേരെ അവധി നിൽക്കാൻ എവിടെയെങ്കിലും വിടുന്നുണ്ടോ? അതിന്റെ കാര്യം എന്താ? ബന്ധങ്ങളെല്ലാം വഷളായി. ആമേ, ഇവിടെ നരാധമന്മാർ, കാമാഗ്നി പൂണ്ട നരാധമന്മാർ പ്രായഭേദമില്ലാതെ തെരുവിനെ കൈയടക്കുമ്പോ പുസ്തകം ഉയർത്തിപ്പിടിച്ച് പറയാ, നാട്ടുകാര് കേട്ടോ, സ്നേഹത്തിന് കറയില്ലാത്ത ഒരൊറ്റയാളുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന എന്റെ യേശുവാണ്. കൈ അടിക്കാമെങ്കിൽ അടിക്ക്. ആമേ, സ്നേഹത്തിന് എന്താ പാടിയത്? മകൾ സ്നേഹമല്ലേ? മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാ പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. പിരിയ ബന്ധമാണിത്, പിരിയ ബന്ധമാണിത്, പിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവടി. അയ്യോ, കടപുഴകി വീഴും ആ സ്നേഹത്തിന്റെ മുൻപിൽ. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ,
കടപുഴകി വീഴും ആ സ്നേഹത്തിന് മുമ്പിൽ. ഞാൻ വിശ്വസിക്കുന്നു ദൈവദാസന്മാരെ, എന്റെ രാജ്യം ആ സ്നേഹത്തിന് മുമ്പിൽ മുട്ടിടിച്ചു വീഴുന്ന ഒരു സമയം വരും. എന്റെ നിയമസഭയും എന്റെ പാർലമെന്റും എന്റെ ബസ് സ്റ്റാൻഡും എന്റെ റെയിൽവേ സ്റ്റേഷനും എന്റെ രാജ്യത്തെ എയർപോർട്ടുകളും എന്റെ രാജ്യത്തെ കലാലയങ്ങളും ആമേൻ ആ സ്നേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു ദിവസം വരാൻ പോകുകയാ. അത് വിശ്വസിക്കുക. കമാൺ, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ലോർഡ്, ഞങ്ങൾ വിശ്വസിക്കുന്നു 2025. ഇനി ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു കരച്ചിൽ, ഒരു കരച്ചിൽ. വേദപുസ്തകത്തിൽ എത്ര കരച്ചിൽ വേണം നിങ്ങൾക്ക്? സ്വന്തം കുഞ്ഞിന്റെ മരണം കാണണ്ടെന്ന് പറഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ മരുഭൂമിയിൽ ഇട്ടച്ച് മാറിയിരുന്ന് കരയുന്ന ഒരു അമ്മയുടെ ചിത്രമില്ലേ? സ്വന്തം മകൻ ശവപേടകത്തിൽ കിടക്കുമ്പോ ശ്മശാനത്തിലേക്ക് പോകുന്ന ശവയാത്രയുടെ മുമ്പിൽ വാവിട്ട് കരഞ്ഞ നയിനിൽ ഒരു അമ്മയില്ലേ? എത്ര കരച്ചിൽ നിങ്ങൾ കേൾക്കണം. ആലയത്തിൽ പോയിരുന്ന് ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി കരഞ്ഞപ്പോ അത് കരച്ചിലാണെന്ന് പോലും മനസ്സിലാക്കാൻ കരുത്തില്ലാത്ത ശുശ്രൂഷക വൃന്ദങ്ങളില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇത്ര കരച്ചിലുണ്ട്. പക്ഷെ ഈ കരച്ചിലേക്ക് ഞാനൊന്ന് വന്ന് ഈ കരച്ചിലിനോട് ബന്ധപ്പെടുന്ന 3 കരച്ചില ബൈബിൾ. അത് 3 പുതുനിയമ സുവിശേഷങ്ങളാണ്. ഒന്ന് പറയാനുള്ള നേരമേ നമ്മുടെ മുൻപിലുള്ളൂ. അത് മാത്രം ഒന്ന് പറഞ്ഞു. നിങ്ങൾ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത്? ഹല്ലേലൂയ. ഇത്ര നേരം മയങ്ങിയിരുന്നവരുണ്ടെങ്കിൽ അവർ ശകലം നേരം ഒന്ന് കണ്ണു തുറന്നിട്ട്. ഏതായാലും ഇരിക്കുന്ന കസേരയ്ക്ക് വാടകയുണ്ടല്ലോ. ഹല്ലേലൂയ. 268 പ്രവചനങ്ങൾ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. 268 പ്രവചനങ്ങൾ, പഴയ നിയമ പ്രവചനങ്ങൾ പുതുനിയമത്തിൽ ഒരാളുടെ മേൽ വന്ന് കുത്തിക്കേറുന്നത് യേശുവിന്റെ മേലാണ്. ലോക ചരിത്രത്തിൽ എല്ലാ കരച്ചിലും ആക്സിഡന്റലി വെളിപ്പെടുന്നതാണ്. ഒരു ദിവസം 14 മണിക്കൂർ ഉറക്കളച്ചിരുന്ന് നീറ്റ് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് 95% മാർക്ക് മേടിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴുത്താൽ വള്ളിയും തൂക്കി മെഡിക്കൽ കോളേജിന്റെ ഇടനാഴിയിൽ ഒരു കോട്ടുമിട്ട് തലമുറകൾ ഡോക്ടറായി വരുമെന്ന് പ്രതീക്ഷിച്ച് മാതാപിതാക്കൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു ട്രവേര കാറിനകത്ത് 7 പേര് കയറുന്ന കാറിനകത്ത് 11 പേരെ കുത്തി നിറച്ചുകൊണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് തെന്നിച്ചെന്ന് കയറിയത് KSRTC അടിയിലേക്ക്. ഒരു കൂട്ട കരച്ചിലുണ്ടായി. ആ കരച്ചിൽ പ്ലാൻ ചെയ്തതല്ല. ആർത്തലച്ച് പെയ്യുന്ന മഴയുടെ ഈർപ്പനടിച്ച് ആ മുഷിഞ്ഞ പുതപ്പും മൂടിക്കിടന്നുറങ്ങി രാവിലെ ഉണരാമെന്നോർത്ത് മാനന്തവാടിയിൽ കിടന്നുറങ്ങിയ ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റില്ല. അവരുടെ കരച്ചില് ആ വെള്ളത്തിന്റെ ഓളത്തിൽ മുങ്ങിപ്പോയി. ചാലിയാർ പുഴ അവരുടെ കരച്ചിലുകൾ സ്വീകരിച്ച് ഞാൻ വന്നിരുന്നു നിലമ്പൂര്. 27 ആംബുലൻസ് ബോഡി, 17 ആംബുലൻസ് ബോഡി പാർട്സ്. രാജ്യം മുഴുവൻ കരഞ്ഞു പോയില്ലേ? ആ കരച്ചിൽ പ്ലാൻഡ് ആണോ? നിങ്ങളുടെ അപ്പനോട് ചെന്ന് വെച്ച് ചുമ്മാ ഒന്ന് ചോദിച്ച് പപ്പ മരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കരയേണ്ടത്? അടി അന്നേരം കിട്ടും. ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ മേലാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാലൊടിഞ്ഞില്ലേ? കരഞ്ഞായിരുന്നു അല്ലേ? വല്ലാതെ കരഞ്ഞല്ലേ? പ്ലാൻ ചെയ്തായിരുന്നു കരച്ചില്? ചെയ്തില്ല. നിങ്ങൾ എന്നെ കേട്ടില്ലല്ലേ? ആരോട് പറയാനായതൊക്കെ? ലോകത്തിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ആ കവല ചെല്ലുമ്പോൾ ഒരുത്തൻ അവിടെ പെടണം, അവന്റെ മുതുകത്തോട്ട് ഒരു ഇടി കൊടുക്കണം. അത് പ്ലാൻ ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇടിക്കണമെന്ന് കരച്ചിൽ പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. എന്നാൽ ലോക ചരിത്രത്തിൽ നേരത്തെ എഴുതി വെച്ച കരച്ചിൽ ഒരൊറ്റയാളുടേതേ ഉള്ളൂ. അത് യേശുവിൻ്റെയാ. റോയിച്ച എനിക്കറിയില്ല, റോയിച്ച അത് പ്രസംഗിക്കുക എനിക്ക് തൊണ്ടയും വയ്യ, ഒട്ട് കിട്ടുന്നുമില്ല. 1000 വർഷം മുമ്പ് ഒരു പ്രവാചകൻ എഴുതിച്ച് ഒരു പേനെടുത്ത് ഒറ്റ എഴുത്തെഴുതി. 1000 വർഷം കഴിഞ്ഞ ശേഷം ഒരാൾ വരുന്നുണ്ട്,
അവന്റെ ഇങ്ങനെ ഈ വാക്ക് പറഞ്ഞാൽ കരയാൻ പോകുന്നത്, ഏലി ഏലി ലമാ ശബക്താനി. ആരാ എഴുതിയത്? ദാവീദ് എന്ന പ്രവാചകൻ 1000 years back, 1000 വർഷത്തിന് മുമ്പ് എഴുതി വെച്ച കരച്ചിൽ കാൽവറിയിൽ നിവൃത്തിയാകുന്നു. അപ്പോൾ ഈ കരച്ചിൽ ആക്സിഡന്റലി ഉണ്ടായതല്ല. 750 വർഷത്തിന് മുമ്പ് യെശയ്യാപ്രവചനം 53-ാം അധ്യായം എഴുതിയപ്പോൾ യെശയ്യാവ് എഴുതി വെച്ചു, ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു, അവന്റെ മരണത്തിൽ അവൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ 2 കള്ളന്മാരുടെ നടുക്ക് തൂക്കുമെന്ന് ഉണക്ക റോമാക്കാരല്ല തീരുമാനിച്ചത്, അത് സ്വർഗത്തിലെ അപ്പന്റെ തീരുമാനമാ. ഞാൻ ദൈവമക്കളോട് പറയാ, ലോകത്തിലെ മുഴുവൻ സാമ്രാജ്യം ഇടിഞ്ഞളകിയാലോ വാഗ്ദത്തമുള്ള നിന്റെ തലയിലെ മുടി പറയണമെങ്കിൽ സ്വർഗത്തിലെ അപ്പാസം ഒന്ന് നല്ല പോലെ ഒന്ന് കൈയടിച്ച് ആരാധിക്കാക്ക്. എന്റെ അപ്പ അനുവദിക്കാതെ നിന്റെ ചെറുവരല നഖവിളകുകയില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇനി കേൾക്കണോ? വിശദീകരിക്കാൻ നേരെയില്ല. സെക്കര്യാവ് പ്രവചനം എഴുതിയപ്പോൾ പറഞ്ഞു, കർത്താവ് മേഴ്സിഡൻസ് ബെൻസേ വരുമെന്നല്ല എഴുതിയത്, ഓടിയ കയറി വരുമെന്നല്ല എഴുതിയത്. അവിടെ നിന്നുകൊണ്ട് സെക്കര്യാവ് ഒറ്റ എഴുത്തെഴുതി, സിയോൻ പുത്രിയെ നിന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി വരുമെന്ന്. കഴുതപ്പുറത്ത് കയറി. ആമേ. ഇനി സെക്കര്യാവ് എഴുതി അടുത്ത വാക്ക് കേൾക്കണോ? യേശുവിനെ വിൽക്കുന്ന വെള്ളിക്കാശിന്റെ എണ്ണം സെക്കര്യാവ് എഴുതി, അവനെ 30 വെള്ളിക്കാശിന്. ഇന്ന് രാത്രി നാം ഇരിക്കുന്നത് അബദ്ധത്തിൽ ഉണ്ടായ ഒരു ദൈവത്തിന്റെ മുൻപിലല്ല, നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച മരണം. എന്നാ പ്ലാൻ ചെയ്യുന്നറിയാമോ? ഞാനും നീയും പാപിയായ അന്ന്, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത അന്ന് സ്വർഗം ഒരു തീരുമാനമെടുത്തു. ഇവർ കരയേണ്ടതിന് പകരം വേറെ ഒരാൾ കരയാൻ ഇവിടെ വരും. സ്ത്രീയുടെ സന്തതി. ഞാനത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കും. മകളെ എനിക്ക് ഫിംഗർ തരാം. ഹല്ലേലൂയ. 3 കരച്ചിലുണ്ട് ഈ കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്ന്, ഏദൻ തോട്ടത്തിലെ ഒരു കരച്ചില്. 2, മോറിയ മലയുടെ നെറുകയിലെ ഒരു കരച്ചില്. 3, മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ വീട്ടിൽ കരഞ്ഞൊരു പെസഹ കുഞ്ഞാടിന്റെ കരച്ചില്. ഇനി ഒരു വ്യത്യാസം പറയാം. ഏദനിൽ ഒരു കരച്ചിൽ വെളിപ്പെട്ടത് ഒരു കുടുംബത്തിന് വേണ്ടിയാ. മോറിയയിൽ കരഞ്ഞത് ഒരു വ്യക്തിക്ക് വേണ്ടിയാ. മിസ്രൈമിൽ ആട് കരഞ്ഞതൊരു ജാതിക്ക് വേണ്ടിയാ. കാൽവറിൽ യേശു കരഞ്ഞത് സകല മാനവകുലത്തിന്റെയും പാപത്തിന് വേണ്ടിയാണ്. ഞാൻ ഉൽപ്പത്തിയിലേക്ക് മാത്രം പോകാം. ഒരു 5 മിനിറ്റ്, കുഴപ്പമുണ്ടോ? എല്ലാവരും എന്നെ കേട്ടിരിക്കുക. കിഴക്കേതൻ ദൈവം ഉണ്ടാക്കിയ തോട്ടം എന്നതല്ലേ, കർത്താവ് ഡിസൈൻ ചെയ്തൊരു തോട്ടം. ഒരു നല്ല വീട്ടിൽ ചെന്ന് കയറിയ എന്ത് രസമല്ലേ കാണാൻ. ദൈവം നേരിട്ടൊരു തോട്ടം ഡിസൈൻ ചെയ്യുന്നു. അതിനകത്ത് ഒരു നദിയെ ദൈവം പറഞ്ഞു വിടുന്നു. അതിനകത്ത് ഓരോ മരങ്ങളും എവിടെയാ നിൽക്കേണ്ടെന്ന് ദൈവം തീരുമാനിക്കുന്നു. മൈ ഗാഡ്. ആ തോട്ടത്തിൽ ദൈവം മനുഷ്യന് ജന്മം കൊടുത്തു. ആദമിനെ ഉറക്കിക്കിടത്തി വാരിയെല്ലെടുത്ത് ഹവ്വയ്ക്ക് ജന്മം കൊടുത്തു. ഞങ്ങൾ സാധാരണ കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ പറയും, ആദാ ഉറങ്ങിയ ചെഴുന്നേറ്റപ്പോൾ ഹവ്വയെ കെട്ടി. നമ്മുടെ പിള്ളേർ ഉറക്കളച്ചിരുന്നാണ് ഹവ്വയെ തപ്പുന്നത്. ഹല്ലേലൂയ. പോട്ടെ, അത് ഞാൻ കല്യാണത്തിന് വരുമായിരുന്നേ പറയായിരുന്നു. പക്ഷേ ഐ എം സോറി, ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ശരിക്കും. ഹല്ലേലൂയ. ഞാൻ കല്യാണത്തിന് വന്നാലും ക്രൂശിയെ പ്രസംഗിക്കുള്ളൂ. കാര്യം ഏറ്റവും വലിയ ദൂത് കിടക്കുന്നത് ക്രൂശിലല്ലേ. അവിടെയല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ വിവാഹം നടക്കുന്നത്. ബൈബിള് അന്ന് നമ്മുടെ കല്യാണത്തിന് പറഞ്ഞേക്കണം, ബൈബിള് കല്യാണത്തിന്റെ പുസ്തകമാണ്. ഏതെനിലൊരു കല്യാണം, വെളിപ്പാട് പുസ്തകത്തിലൊരു കല്യാണം. ഏതെനിലെ കല്യാണം ആദാമിൻ്റെത്, വെളിപ്പാട് പുസ്തകത്തിലെ കല്യാണം ഒടുക്കത്തെ ആദാമിൻ്റെത്. അത്രയും കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വന്നതിന് തുല്യമായി. ഇനി ഞാൻ ഈ ദൂത് പറയാം. ദൈവം ആദമിനെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ? ഇപ്പം നിർത്താവേ. ആദമിന് ദൈവം ജന്മം കൊടുത്തു, ഹവ്വയെ തോട്ടത്തിലാക്കി. പാമ്പ് വന്നേച്ച് ഹവ്വയോട് ചോദിച്ചു, ദൈവം വാസ്തവമായിട്ട് എന്തെങ്കിലും കാര്യം എവിടെയാ മനുഷ്യന്റെ തെറ്റ് തുടങ്ങുക? എല്ലാവരും എന്നെ ശ്രദ്ധിക്കാവോ മക്കളെ, എന്നെ ശ്രദ്ധിക്കാവോ, വർത്താനം പറയാതിരിക്കാവോ? എവിടെയാ മനുഷ്യന് തെറ്റിയെന്നറിയാവോ? ഈ ഹവ്വയും ദൈവവുമായിട്ടുള്ള കോൺവെർസേഷൻ അവരുടെ സ്വകാര്യതയാ, അല്ലേ?
ഇത് മൂന്നാമതൊരാളുടെ മുമ്പിൽ തുറന്നു വെച്ചിടത്താണ് തകർച്ച തുടങ്ങിയത്. നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. പക്ഷെ അവരെ നന്നാക്കാൻ 400 പേരോട് പറയുന്നത് കൊണ്ട് നേട്ടമില്ല. നീ സ്വയം തകരുക. രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യങ്ങളായിരിക്കണം. ഹവ്വയ്ക്ക് പറ്റിയ അബദ്ധം അറിയോ? ദൈവവും ഹവ്വയും തമ്മിൽ ഒരു സ്വകാര്യതയാ. അത് സാത്താന്റെ മുമ്പിൽ ഓപ്പൺ ആക്കി. സാത്താൻ പറഞ്ഞു, പഴം പറിച്ചു തിന്നോ? ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തുവേ. പഴം പറിച്ചു തിന്നോ, നിനക്ക് ദൈവത്തെ പോലെയാകാം. ആരെ പോലെയാകാം? ദൈവത്തെ പോലെയാകാം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ചതി നടക്കുന്നത് ദൈവത്തിന്റെ പേരിലാന്ന് മനസ്സിലായോ? ലോകത്തിലെ ഏറ്റവും വലിയ ചതികൾ നടക്കുന്നത് എവിടെയാ? പറ. ദൈവത്തിന്റെ പേരില. ദൈവത്തെ ഈ സാത്താൻ എങ്ങാനും പറയും, എന്റെ സായം പാസ്റ്ററെ, സാത്താൻ എങ്ങാനും പറയാ, മക്കളെ ഈ പഴം നിന്നു, നിനക്ക് എന്നെ പോലെ ആകാൻ എങ്ങാനും ഹവ്വയോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മാമ്മ പാമ്പിനെ പിടിച്ച് ഒരൊറ്റ അടി അടിച്ച് പാമ്പ് 16 കഷ്ണമായിട്ട് ചെതറിയനെ. ദൈവം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിന് മുമ്പിൽ ഹവ്വ വീണ് പോയത്. ഹവ്വ പഴം പറിച്ചു തന്നു, ആദാം പഴം പറിച്ചു. ഇനി നിങ്ങൾ എന്നെ കേട്ടോണം. നിങ്ങൾക്ക് അറിയാവുന്നോടെ ഞാൻ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമാണ്. ദൈവം തോട്ടത്തിൽ വന്നു, എന്നും കാണുന്നിടത്ത് ആദാമില്ല. ദൈവം ഒറ്റ വിളി, ആദാമേ. അപ്പൊ നിങ്ങൾ ഒരു യോഗം മുടക്കിയാൽ നിങ്ങളെ തിരക്കുന്നത് പാസ്റ്റർ നിങ്ങളുടെ 50 രൂപയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കരുത്. ചോര മുടക്കിയവനാ ചോദിക്കുന്നത്, തോട്ടത്തിൽ എന്റെ കൊച്ചിനെ കണ്ടില്ലല്ലോ. ഒരു സഭായോഗത്തിന് പോയില്ലെങ്കിൽ മറുപടി പറയേണ്ടത് വെള്ളോടുപ്പിട്ട ഉപദേശിയോടല്ല, ചങ്കിനകത്ത് ചോര തന്ന യേശു അപ്പായോടാ. ഇനി വേറൊരു കാര്യം കൂടെ പറയാ. തോട്ടത്തിനകത്ത് എത്ര മരം ഭംഗിയായിട്ട് വെച്ചാലും ദൈവം വരാത്ത തോട്ടമൊന്നും തോട്ടമല്ല. ഇനി കേട്ടി പറയാ, സാന്നിധ്യമില്ലാത്ത സഭ സഭയല്ല, അത് പിരിച്ചുവിടുന്നതാ നല്ലത്. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ കൂടുന്ന സഭ ആരാധനയില്ലാത്ത സഭയാണെങ്കിൽ ജീവനും കൊണ്ടിറങ്ങി ഓടിക്കണം. കാര്യം എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. പോട്ടെ. ആദാമേ, നീ എവിടെ? നിങ്ങൾ എന്നെ കേൾക്കണം. ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. കർത്താവ് ചോദിച്ചു, എന്തിനാ നീ ഒളിച്ചത്? തമ്പുരാൻ ചോദിച്ചു, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു നീ ചെയ്തോ? ആദാം പറഞ്ഞു, കർത്താവേ, ഇവൾ ആ പഴം തന്നു, ഞാൻ തിന്നു. ഇനി നമുക്കൊന്ന് എഴുന്നേറ്റ് എന്നാലോ? ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ആരും പോരുത്, പ്ലീസ് പോരുത്. നിങ്ങൾ ദൈവത്തോടും എന്നോടും കാണിക്കുന്ന വലിയ ദോഷമായിരിക്കും അത്. പോരുത്, പോകരുത്. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കാ ചാകുന്നു. ഇനി എനിക്ക് നിങ്ങളെ മുമ്പോട്ട് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പേടിയാ ഇപ്പോൾ ആളുകളെ വിളിക്കാൻ. കാര്യം ചിലപ്പോ അവർ വരികയില്ല, അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് മനസ്സിൽ പറയും, താൻ പോയി തന്നെ പണി നോക്കണമെന്നൊക്കെ പറയും. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നവരല്ലെന്ന് എൻ്റെ ഉള്ളിലെ ചിന്ത. ഒന്ന് മുമ്പോട്ട് വിളിച്ചോട്ടെ ഇവരെ. നിങ്ങൾക്കൊന്ന് വയറ്റ് വേദനയുള്ളവര്, തലവേദനയുള്ളവരെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മുമ്പോട്ട് വരാൻ പറ്റുന്നവർ മുമ്പോട്ട് വരാൻ 2-3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകാം. വന്നോളൂ പ്ലീസ്. ഓൾ ഓഫ് യു പ്ലീസ് കം ഫോർവേഡ്. എന്നെ പ്രാഗിക്കൊണ്ട് ആരും വരണ്ട. ഓ പാപത്തെ സ്നേഹിപ്പാ ഞാനിനി പോകുമോ യേശുവിൻ പൈതലാ.
യേശുവിൽ പൈതലം. എന്നെ നോക്കാം മക്കളെ, ഇങ്ങോട്ട് അടുത്തേക്കാവോ, ഇങ്ങോട്ട് അടുത്തേക്ക്. ഞാൻ ആരെയും ചൂണ്ടി ഒരു ദൂതും പറയുകയില്ല, ആരുടെയും തലയൊക്കെ വെച്ച് ഇങ്ങനെ തള്ളിക്കൊണ്ടും നടക്കുകയില്ല. ഞാൻ നിങ്ങളുടെ പ്രായത്തെ, നിങ്ങളുടെ യൗവനത്തെ, നിങ്ങളുടെ സ്വകാര്യതയെ ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ ഇന്ന് വരെ ആരുടെയും സ്വകാര്യതയെ ചൂഷണം ചെയ്തിട്ടില്ല, നാളെയോട്ട് താല്പര്യമില്ല. ഞാൻ എന്തിനാ നിങ്ങളെ മുമ്പോട്ട് വിളിച്ചെന്നറിയാവോ? എനിക്ക് നിങ്ങളുടെ ഐ കോണ്ടാക്ട് കിട്ടാൻ വേണ്ടി. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നൊരു വിളി വിളിച്ചില്ലേ? എല്ലാരും കേൾക്കണേ. ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? ആദാ പറഞ്ഞ എന്താ? ഫീഡ്ബാക്കിന് ഞാൻ ഒളിച്ചിരിക്കുക. സത്യത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ഒളിച്ചിരിക്കാനാണോ? അപ്പയുടെ കൂടെ നിൽക്കാൻ. പക്ഷെ എവിടെയാണ് ഈ ഒളിക്കലുണ്ടായത്? തമ്മിലുള്ള ബന്ധത്തിന് മുറിവുകൾ ഉണ്ടാകുമ്പോഴാണ് അമ്മ ഒളിക്കലുകൾ ഉണ്ടായത്. തമ്മിലാ ചോദിച്ച ആദാമേ ഞാൻ നിന്നോട് ചെയ്യല്ലെന്ന് പറഞ്ഞ് ചെയ്തോടാ. ആദാം പേടിച്ചു പോയി. ആദാം പറഞ്ഞു, അപ്പേ ഐ എം സോറി, പഴം തിന്നുപോയി. ഇനിയാ നിങ്ങൾ എന്നെ കേൾക്കേണ്ടത്. കേൾക്കണം. അടുത്തൊരു കുറച്ചു നേരത്തേക്ക് ദൈവത്തെ കാണാനില്ല. ഇവിടെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അടുത്ത കുറച്ചു നേരത്തേക്ക് പറ മക്കളെ, ദൈവത്തെ കാണാനില്ല. ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്ത് നിൽക്കുവല്ലേ? പറ മക്കളുടെ മക്കളെ മിണ്ടടാ. ഇവർ തെറ്റ് ചെയ്ത് നിൽക്കുവല്ലേ? ആരൊക്കെ? ആദമും ഹവ്വയും. നോർമലി പാസ്റ്റർ ഇങ്ങനെ തെറ്റ് ചെയ്ത് നിന്നാൽ ദൈവത്തെ കുറച്ചു നേരത്തേക്ക് കാണാതെ വന്നാൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കേണ്ടത്? പാസ്റ്ററിനെ ഒന്ന് സഹായിക്കാവോ? വടി വെട്ടാൻ പോയതാ അല്ലേ? വാളെടുക്കാൻ പോയതാ? വെട്ടാൻ. മനുഷ്യർ അന്ന് ചിന്തിച്ചത് ശിക്ഷയെ കുറിച്ചാ. നിങ്ങൾ കേട്ടില്ല? മനുഷ്യരന്ന് ചിന്തിച്ചതിനെ കുറിച്ചാ. പറ മക്കളെ, ശിക്ഷ. ദൈവം ഇപ്പൊ എന്നെ തല്ലുമായിരിക്കും, എനിക്ക് വലിയ വായിലെ കരയണമെന്ന് തോന്നുന്നുണ്ട്, ദൈവം ഇപ്പൊ എന്നെ കൊല്ലുമായിരിക്കും. പക്ഷെ കുറച്ചു നേരത്തേക്ക് ദൈവം മാറി വെച്ച് ദൈവം മനസ്സിൽ പറഞ്ഞു, ആദാമേ നീ ഇത്തിരി ഒരു പഴമല്ല, നീ 1 കോടി പഴം തിന്നാലും എനിക്ക് നിന്നെ കളയാൻ പറ്റുകയില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം തെറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾ ദൈവത്തിന്റെ മനോഭാവം പഠിച്ചോണം. എനിക്ക് അവനെ കളയാൻ പറ്റുകയില്ല, പക്ഷെ തെറ്റിന് ശിക്ഷയുണ്ട്. ദൈവം പോയത് എന്തിനാണെന്നറിയോ? വടിവെട്ടാനല്ല. കേൾക്കുന്നുണ്ടോ? നഗ്നനായി നിൽക്കുന്ന ആദാമിനെ ഉടുപ്പിക്കാൻ ഒരു തോലെടുക്കാൻ പോയതാ. അവര് ദൈവത്തെ പിന്നെ കാണുന്ന എപ്പോഴാന്നറിയോ? ചോര ഒഴുകുന്ന ഒരു തോലുമായിട്ട് വന്ന് ആദാമിനെ വട്ട ഉടുപ്പിക്കുക. എന്റെ പൊന്ന് സാജൻ പാസ്റ്റർ, ഇത് മാനവകുലം പ്രതീക്ഷിച്ചിട്ടില്ല. മാനവകുലം ദൈവത്തെ പേടിക്കുന്ന മുഴുവൻ ശിക്ഷിക്കുന്ന ദൈവം. ആബ്സല്യൂട്ട്ലി റൈറ്റ്. ശിക്ഷയേക്കാൾ കൂടുതൽ ദൈവത്തിന് സ്നേഹമുണ്ടെന്നൊന്ന് വിശ്വസിച്ചേ. ദൈവം എന്തിനാ മാറിയെന്നറിയോ? വിജയം കേൾക്കുന്നുണ്ടോ? ഒരാടിന്റെ തോല്, ചോര പറ്റിയ ആടിന്റെ തോലെടുത്ത് ആദാമിന്റെ നഗ്നത മറച്ചു വെച്ച് തമ്പുരാൻ പറഞ്ഞു, പ്ലീസ് എന്റെ മക്കളിനി പുറത്തു വാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏതൊക്കെയോ ശാപത്തിന്റെ മരച്ചോടുകളിൽ മുടിഞ്ഞു പോകേണ്ട നിന്നെ ഒരാടിന്റെ തോല് കൊണ്ടല്ലേ പുറത്തു കൊണ്ടുവന്നത്? അതേതാടാന്നറിയാമോ? അതല്ലേ ക്രൂശിൽ കിടക്കുന്ന ദൈവകുഞ്ഞാണ്. ഇന്ന് രാത്രി ഒറ്റ ദൂത് പറയാനാ പാസ്റ്റർ ഞാൻ ഇത്രയും മണിക്കൂർ പണി. ഞാൻ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഒറ്റ ദൂത് പറയാനാ ഞാൻ ഇത്ര നേരം വണ്ടി ഓടിച്ചത്. ലോകം കേട്ട ആദ്യത്തെ കരച്ചിൽ ആദമിന്റെ കരച്ചിലല്ല, ഏദനിലെ ആടിന്റെ കരച്ചിലാണ്. ആട് കരഞ്ഞത് സ്വന്തം പാപത്തിന് വേണ്ടിയല്ല, നിന്റെ പാപത്തിന് വേണ്ടി. ഇനി ആ കണ്ണം അടച്ചു പിടിച്ചിട്ട്
ഇനി എന്റെ ജീവിതം നിനക്കാണെന്ന് കർത്താവിനോട് പറഞ്ഞു. ഓ, ഇനി എന്റെ ജീവിതം നിനക്കാ, ഇനിയുള്ള നാളുകൾ നിനക്കാ, ഇനി എന്റെ ജീവിതം നിനക്ക്, ഇനിയുള്ള നാളുകൾ നിനക്ക്. പഠിക്ക, ഇനി എന്റെ ജീവിതം, ഇനിയുള്ള നാളുകൾ. യേശുവേ, നാഥനേ. ഇന്ന് രാത്രി ആരെങ്കിലും ഉണ്ടോ പാപങ്ങളെ ഏറ്റു പറയാൻ? ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൗണ്ടിൽ പാപങ്ങളെ ഏറ്റു പറയാൻ? നിന്നെ വിട്ടൊരു ജീവിതം എനിക്ക് വേണ്ടെന്ന് പറയാൻ? ഇന്നു മുതൽ ഞാൻ യേശുവിന്റെ മകനാകുന്നു. കമോൺ, വായി തുറക്ക്. മരത്തിന്റെ ചോട്ടിലോ റോട്ടിൽ എവിടെയെങ്കിലും നിൽക്ക്. എവിടെയെങ്കിലും നിന്നോട് പറയും, ഇനി എന്റെ ജീവിതം യേശുവിന് വേണ്ടിയതാണ്. ഞാൻ അങ്ങ് വിട്ടിനി എങ്ങും പോകത്തില്ല. എനിക്ക് വേണ്ടി കരഞ്ഞ ദൈവ കുഞ്ഞാട്. ഓ